ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുരിങ്ങയിൽ വെച്ചിട്ടുള്ള ഒരു മോരുകറിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ഒറ്റ മോരുകറി മതി കേട്ടോ, നമുക്ക് ഊണ് കഴിക്കാനായിട്ട് അത്രയ്ക്ക് രുചിയുള്ള കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് 250 ml കപ്പിൽ. ഇതിലേക്ക് 3 ചെറിയ അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ചെറിയ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 5 പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. കറിക്ക് അധികം എരിവൊന്നും ഉണ്ടാവില്ല ഈ ഒരു അളവിലെടുത്താൽ. ഇനി ഒരു നുള്ള ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 3/4 കപ്പ് നല്ല കട്ടിയുള്ള ഒരു അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പുളി കുറവുള്ള തൈര് എടുക്കരുത്, അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കുക. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മൺചട്ടിയിലാണ് ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചുവന്നുള്ളിയാണ്. ഒരു 4-5 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ചെറുതായിട്ട് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമ്മൾ മൊരിയിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. ആ തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് പോയി കിട്ടണം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ ഒപ്പം തന്നെ ഇളക്കി കൊടുക്കുക. ഇതിൽ ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തൈര് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 1 കൈപ്പിടി മുരിങ്ങയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് മുരിങ്ങയില ഇട്ട് കൊടുക്കരുത്, അപ്പോൾ കറിക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ഗ്രേവി കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് ഇരിക്കണം. ഇതിലേക്ക് വളരെ കുറച്ച് മുരിങ്ങയില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 കൈപ്പിടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി മുരിങ്ങയില നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം തുറന്ന് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റിലുള്ള മുരിങ്ങയില കൊണ്ടുള്ള മോരുകറിയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്